പ്രകോപനം തുടർന്ന് അമേരിക്ക ഒമാൻ കടലിൽ ഇറാൻ കപ്പൽ വെടിവെച്ച് പിടിച്ചെടുത്തു. ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ റൂം തകർത്തു. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി US പടക്കപ്പലുകൾ. സമാധാന ചർച്ചകൾ തുലാസിൽ. ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഇറാൻ യുദ്ധത്തിന് തയ്യാർ. അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകും. ന്യായമായ ഒരു കരാറിന് തയ്യാറാകുന്നില്ലെങ്കിൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന് ട്രംപ്. ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കും. ഇറാൻ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിച്ചുവെന്നും ആരോപണം. അമേരിക്കയിൽ അക്രമിയുടെ വെടിവെപ്പിൽ 8 കുട്ടികൾ കൊല്ലപ്പെട്ടു. മരിച്ചത് 1-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഹോർമുസ് കടലിടുക്കിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ പാർലമെന്റ് പ്രത്യേക ബിൽ തയ്യാറാക്കി. ഇസ്രായേൽ കപ്പലുകൾക്ക് പ്രവേശനം പൂർണ്ണമായും നിരോധിക്കും. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാക്കും. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിട്ട് 7 ആഴ്ച. സംസ്കാരം നടത്താനാകാതെ ഇറാൻ. ഇസ്രായേൽ US ആക്രമണങ്ങളുടെ ഭീഷണി തടസ്സം. ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷാവസ്ഥ ഉണ്ടായേക്കാമെന്നും നിഗമനം. US-ൽ ഇറാൻ വംശജ അറസ്റ്റിൽ. ഇറാൻ സർക്കാരിന് വേണ്ടി ആയുധ ഇടപാടുകൾ നടത്തിയെന്ന കേസിൽ പിടിയിലായത് ഷെമിം മാഫി എന്ന യുവതി. ഇടപാടുകൾ നടത്തിയത് വ്യാജ കമ്പനി ഉപയോഗിച്ച്. UAE-യിൽ സ്കൂളുകൾക്ക് ഇന്നു മുതൽ സാധാരണ രീതിയിൽ നേരിട്ടുള്ള പഠനത്തോടൊപ്പം ഓൺലൈൻ ക്ലാസുകളും 2 ഒന്നിച്ചുള്ള ഹൈബ്രിഡ് രീതിയും ഉണ്ടാകും. സ്കൂൾ ബസ് സർവീസുകളും തയ്യാർ. പൊതു ബൈബിൾ പാരായണത്തിൽ പങ്കെടുക്കാനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. നീക്കം ലിയോ മാർപ്പാപ്പയുമായുള്ള തർക്കങ്ങൾക്കിടെ അമേരിക്കയിൽ ഉടനീളമുണ്ടായ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നീക്കമെന്ന സൂചന. വിരുനഗറിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു. മരണസംഖ്യ 25. 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അന്വേഷണത്തിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ.